ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19 വെള്ളിയാഴ്ചയാണ്. വളരെ നല്ലൊരു പോസിറ്റീവായ ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഡൗ ജോൺസ് ഇന്നലെ നല്ല പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 3 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്നലെ പോസിറ്റീവ് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 200 പോയിന്റ്സിലേറെ ഉയർന്നു. ഏകദേശം 1.35% നാസ്ഡാക്ക് ഉയർന്നത്. ടെക് സ്റ്റോക്കുകളിലും ഇന്നലെ വലിയ റാലി കണ്ടു. ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷേ അത്ര തന്നെ ഒരു പോസിറ്റിവിറ്റിയിലല്ല ഉള്ളത്. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ നോക്കാം. ആദ്യം എയർ പാസഞ്ചർ ട്രാഫിക് 2030 300 മില്യൺ ആവുമെന്ന യൂണിയൻ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ആഭ്യന്തര വിമാന യാത്രക്കാരുടെ എണ്ണം 2023 153 ദശലക്ഷത്തിൽ നിന്ന് 2030 300 ദശലക്ഷമായി ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 7 വർഷത്തിനിടെ ഇന്ത്യയിലെ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ഓരോ വർഷവും 15% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ അന്താരാഷ്ട്ര വിമാന യാത്രക്കാരുടെ എണ്ണം 6.1% CAGR എന്ന മന്ദഗതിയിലാണ് വളർന്നത്. വ്യോമയാന വ്യവസായത്തോടൊപ്പം വളരുന്നത് എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറും കൂടിയാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെയും വാട്ടർ പോർട്ടുകളുടെയും എണ്ണം നിലവിൽ 149 അത് 200 ഉയരും എന്ന് പറയുന്നു. ആഭ്യന്തര അന്തർദേശീയ ചരക്ക് ഗതാഗതവും കഴിഞ്ഞ 15 വർഷത്തിനിടെ ഗണ്യമായ വളർച്ചയാണ് കൈവരിച്ചത്. മൊത്തത്തിൽ ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിന് ശോഭനമായ ഒരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മാത്രമല്ല ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നോക്കാം. ഇൻഡിഗോ എയർലൈൻസ്, അതുപോലെ സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല എയർപോർട്ട് ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഡിസംബറിന് ശേഷം ഇന്ത്യയുടെ ചോളം കയറ്റുമതിയിൽ ഗണ്യമായ കുറവുണ്ടായി. കോഴി വളർത്തൽ, എത്തനോൾ വ്യവസായങ്ങളിൽ നിന്നുള്ള ആവശ്യം വർദ്ധിച്ചതാണ് രാജ്യത്തിനകത്ത് ചോളത്തിന്റെ വില ഉയരാൻ കാരണം. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സായ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ചോളം കയറ്റുമതി ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് കയറ്റുമതിയിൽ കുത്തനെയുള്ള ഇടിവും സംഭവിച്ചു. കയറ്റുമതി പ്രതിമാസം 2,50,000 മുതൽ 3 ലക്ഷം ടണ്ണിൽ നിന്ന് ഡിസംബറിൽ വെറും 30,000 കുറഞ്ഞു. മുൻപ് ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്ന രാജ്യങ്ങളായ വിയറ്റ്നാം, മലേഷ്യ എന്നീ സ്ഥലങ്ങളിലേക്ക് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയ്ക്കുള്ള ചോളമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്സ് അവിടെ കുറയുകയുണ്ടായി. എന്തായാലും കയറ്റുമതി കുറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെയും കർഷകരെയും ബാധിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. മറ്റൊരു വാർത്തയിലേക്ക്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മികവ് പുലർത്തണമെന്ന് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. ഉൽപ്പന്ന രൂപകൽപ്പനയ്ക്ക് ഇന്ത്യയുടെ ശക്തമായ ഡിസൈൻ കഴിവുകളെ ലേഖനം എടുത്തു കാണിക്കുന്നു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നയങ്ങളെക്കുറിച്ചും മൈക്രോണിന്റെ അതിവേഗ പദ്ധതി നിർവഹണത്തെക്കുറിച്ചും ഉള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗവൺമെന്റിന്റെ $10 ബില്യൺ ചിപ്പ് സബ്സിഡി ഇതിനകം തന്നെ മൈക്രോണിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അംഗീകാരം നേടിക്കഴിഞ്ഞു എന്ന് മന്ത്രി പറയുന്നു. സെമി കണ്ടക്ടർ സെക്ടറിലുള്ള കമ്പനികളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്കാണ്. തുടർച്ചയായ 3-ാം ദിവസവും നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത് 21,462.51% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 20 EMAയ്ക്ക് താഴെയായി ക്ലോസ് ചെയ്തു എന്നത് വീണ്ടും ഒരു വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ റൈസിംഗ് ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു സ്ലിപ്പ് ഉണ്ടായിരിക്കുന്നു. ഇതൊരു ബിയറിഷ് ട്രെൻഡ് റിവേഴ്സൽ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് നെഗറ്റീവ് ആണെന്ന് കാണാം. അപ്സൈഡിൽ 21,550 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റിയുടെ അപ്സൈഡിന് ഒരു കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഒരു പുൾ ബാക്കിനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. ഒരു പുൾ ബാക്ക് അത്തരത്തിൽ വരികയാണെങ്കിൽ 21,600 മുതൽ 21,650 ലെവലിലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിൽ 21,550 മുതൽ 21,570 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. 21,350 മുതൽ 21,300 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ഡൗൺ സൈഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ ഒരു അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഹൈ വേവ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഹൈ വൊളറ്റാലിറ്റിയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഒരു അപ്സൈഡ് പോസിബിലിറ്റിയും ഇത് കാണിച്ചു തരുന്നു. അടുത്തത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യത്തെ സ്ട്രൈക്ക് 22,000 കോൾ സൈഡിൽ. അതിനുശേഷം കോൾ സൈഡിൽ 22,500 അതിനുശേഷം 21,800
പുട്ട് സൈഡിലേക്ക് വന്നാൽ 20,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000 അതിനുശേഷം 21,400 സ്ട്രൈക്കിലുമാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,500 മുതൽ 21,800 വരെയുള്ള സോണാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,400 ബാങ്ക് നിഫ്റ്റി 45,713 0.76% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ലോങ് അപ്പർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ 46,400 മുതൽ 46,600 വരെയുള്ളത് ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ള ഏരിയയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,800 മുതൽ 45,600 വരെയുള്ള ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം കോൾ സൈഡിൽ 47,500, അതിനുശേഷം 46,000 ഉള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 44,000, അതിനുശേഷം 45,000. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000. ഇന്ത്യ വിക്സിലേക്ക് 14.07 എന്ന നിലയിൽ 6.7% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ Q3 റിസൾട്ടുകൾ, സ്റ്റോക്ക് ന്യൂസുകൾ, ഇന്ന് വരാനിരിക്കുന്ന റിസൾട്ടുകൾ, F&O ബാനായ സ്റ്റോക്കുകൾ, ഇത്രയുമാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് രാവിലെ 7:30 അതിനുശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക, ലൈവ് കാണാൻ ശ്രമിക്കുക. ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് എല്ലാം, പ്രത്യേകിച്ച് മാർക്കറ്റൊക്കെ വലുതായി തന്നെ ഡൗൺ ആയി അതിനുശേഷം ഒരു റിക്കവറി വരുന്ന സമയം കൂടിയാണ്, നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. Q3 റിസൾട്ടുകളിൽ ഇൻഡസിൻ ബാങ്കാണ് ആദ്യത്തേത്. പ്രതീക്ഷിച്ചതിലും നല്ലൊരു റിസൾട്ടാണ് ഇൻഡസിൻ ബാങ്ക് കൊണ്ടുവന്നത്. 17.3% നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ വർധന വരുത്തി 2,297 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് എത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 17.8% വർധന വന്നു. 5,295.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് എത്തി നിൽക്കുന്നത്. അടുത്തത് പൂൻവാല ഫിൻകോർപ്പ്. നെറ്റ് പ്രോഫിറ്റിൽ 76.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. നെറ്റ് പ്രോഫിറ്റ് 265.1 കോടി രൂപയിലാണ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും വർധനവ് വന്നു. 52% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. 762.6 കോടി രൂപയിലാണ് റവന്യൂ എത്തി നിൽക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. മാർക്കറ്റ് ഹവറിൽ തന്നെയാണ് റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വൊളറ്റാലിറ്റിക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മറ്റ് കമ്പനികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അൾട്രാടെക് സിമെൻറ്റ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, സുപ്രീം ഇൻഡസ്ട്രീസ്, പേടിഎം, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഹാറ്റ്സൺ അഗ്രോ, അതുൽ, RBL ബാങ്ക്, തേജസ് നെറ്റ്വർക്ക്, പൊന്നി ഷുഗർ എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. ബന്ധൻ ബാങ്ക് 3 വർഷത്തേക്ക് ബാങ്കിന്റെ മുഴുവൻ സമയ ഡയറക്ടറായി രജീന്ദ്രകുമാർ ബബ്ബറിന്റെ നിയമനത്തിന് RBI അംഗീകാരം നൽകി എന്നൊരു വാർത്ത. അടുത്തത് ബജാജ് ഫിനാൻസ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ വഴി ഫണ്ട് സ്വരൂപിക്കുന്നതിന് ജനുവരി 29 ബോർഡ് യോഗം ചേരും. അടുത്തത് HDFC ബാങ്ക് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കായ HDFC ബാങ്ക് ലിമിറ്റഡ് സിംഗപ്പൂരിൽ അതിൻ്റെ ആദ്യ ശാഖ തുറക്കാൻ ഒരുങ്ങുന്നു. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടാറ്റ സ്റ്റീൽ UK-യിലെ പോർട്ട് ടാൽബറ്റ് ബ്ലാസ്റ്റ് ഫർണസുകൾ അടച്ചുപൂട്ടുന്നതായി റിപ്പോർട്ട്. ഈ നീക്കം UK-യിലെ ഏകദേശം 3000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. 13 സ്റ്റോക്കുകളാണ് ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായിരിക്കുന്നത്. ബൽറാംപൂർ ചിനി മിൽസ്, ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ, അശോക് ലൈലാൻഡ്, ബന്ധൻ ബാങ്ക്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ എനർജി എക്സ്ചേഞ്ച്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം കമ്പനി, പോളിക്യാപ്, PVR ഇനോക്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം വേദാന്ത ലിമിറ്റഡ്. ജനുവരി 17 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 270 PE ആയിരുന്നു പറഞ്ഞത്. 267.55 എന്ന നിലയിൽ എൻട്രി എടുത്തു. 258 വരെ സ്റ്റോക്ക് അപ്പായി. നമ്മുടെ ടാർഗറ്റിന് വളരെ അടുത്തേക്ക് വന്നു. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് നവീൻ ഫ്ലോറിൻ ആണ്. 3850 PE ആയിരുന്നു പറഞ്ഞത്. 3804 എന്ന നിലയിൽ എൻട്രി എടുത്ത് 3388 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും നവീൻ ഫ്ലോറിനിൽ സാധിച്ചു. സ്വിംഗ് സെഗ്മെന്റിലേക്ക് ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു ഇന്നലെ PCBL. 299 എന്ന നിലയിൽ എൻട്രി എടുത്ത് 315 വരെ സ്റ്റോക്ക് അപ്പായി. ഇൻട്രാഡേയിൽ തന്നെ 5% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു.
ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന മറ്റൊരു സ്റ്റോക്ക് FACT ആയിരുന്നു. 823 എന്ന നിലയിൽ എൻട്രി എടുത്ത് 836 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 1.5% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റ് സ്വിംഗ് സ്റ്റോക്കുകൾ കൂടി നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജനുവരി 16 നമ്മൾ പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 28.75 എന്ന നിലയിൽ ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 30 ആയിരുന്നു. ടാർഗറ്റ് ഇന്നലെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് പ്രൈക്കോൾ ലിമിറ്റഡ് ആയിരുന്നു. ജനുവരി 16 തന്നെയാണ് ഈ സ്റ്റോക്ക് നമ്മൾ പറയുന്നത്. 362.9 എന്ന നിലയിൽ എൻട്രി എടുത്ത് ടാർഗറ്റ് 385 ആയിരുന്നു. 390 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 7.4% നമുക്ക് ഒരു ദിവസം കൊണ്ട് മാത്രം പ്രോഫിറ്റായി ലഭിച്ചു. F&F സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIIs 9,901 കോടി രൂപയ്ക്ക് വീണ്ടും സെല്ല് ചെയ്തു. DIs ആവട്ടെ 5,977 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം FIA സെല്ല് ചെയ്തത് 20,000 കോടിയിലധികം രൂപയാണ് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാണ്. US മാർക്കറ്റിലേക്ക്. തൊഴിലില്ല ആനുകൂല്യങ്ങൾക്കായി പുതിയ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച 2022 ശേഷമുള്ള താഴ്ന്ന നിലയിലെത്തി. ഇത് ജനുവരിയിലെ മികച്ച തൊഴിൽ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി US മാർക്കറ്റുകൾ ഡൗൺ ആയത് മാർച്ചിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന ഇൻവെസ്റ്റേഴ്സിനിടയിലെ ആശങ്കയാണ്. കൂടാതെ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് സാധ്യതകൾ മാർച്ചിൽ ഉണ്ടാകും എന്നത് 80% ഒരു മാസം മുൻപെങ്കിൽ ഇപ്പോൾ അത് 56% മാത്രമാണ്. എന്നിരുന്നാലും ഇന്നലെ മാർക്കറ്റുകൾ ശക്തമായി തന്നെ തിരിച്ചു വന്നു. ഡൗ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 0.54% നേട്ടത്തിലും, നാസ്ഡാക്ക് 1.35% നേട്ടത്തിലും, S&P 500 0.88% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്ട്രോങ് ജോബ് ഡാറ്റ വന്നതോടെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.16% ഉയർന്നു. പക്ഷേ ഇന്നലെ ടെക് സ്റ്റോക്കുകളിൽ വലിയ റാലിയാണ് കണ്ടത്. ബാങ്ക് ഓഫ് അമേരിക്ക ആപ്പിളിനെ ബൈ റേറ്റിംഗ് കൊടുത്തതോടെ ആപ്പിൾ ഷെയറുകൾ 3.3% ഉയരുകയുണ്ടായി. എൻവിദിയ 2% അടുത്ത് ഉയർന്നു. ഇനി US മാർക്കറ്റുകളെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് വരാനിരിക്കുന്ന ഏർണിംഗ് സീസൺ തന്നെയാണ്. ഇന്ന് US നിന്നും റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ട്രാവലേഴ്സ്, റീജിയൻസ് ഫിനാൻഷ്യൽ, ഫിഫ്ത്ത് തേർഡ്, അല്ലി ഫിനാൻഷ്യൽ എന്നിവയാണ്. റിസൾട്ടുകൾക്ക് ശേഷം HDFC ADR കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയേറെ ഡൗൺ ആയിരുന്നു. ഇന്നലെ HDFC ബാങ്കിൽ ഒരു റിക്കവറി കണ്ടു. അവിടെ 1.60% ഉയർന്നത്. ICICI ബാങ്ക് 1.25% ADR ഉയർന്നു. ആക്സിസ് ADR 2.31% ഉയർന്നു. വിപ്രോ 1.49%, ഇൻഫോസിസ് 1.48% ഉയർന്നു. മേക്ക് മൈ ട്രിപ്പ് അവിടെ ഇന്നലെ 3% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.04% ഇടിവിലാണുള്ളത്. S&P 500 0.03% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.22% നേട്ടത്തിലും, റസൽ 0.05% അപ്സൈഡിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് പിന്നാലെ UK മാർക്കറ്റ് വലുതായി തന്നെ ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു റിക്കവറിയാണ് ഇന്നലെ UK മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. UK മാർക്കറ്റ് FTSE 0.17% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.13% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.83% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. സ്റ്റോക്ക് 600 0.57% ഉയർന്നത്. ട്രാവൽ സ്റ്റോക്കുകൾ ഏകദേശം 5% മുകളിൽ ഇന്നലെ നേട്ടമുണ്ടാക്കി. നമ്മൾ ഇപ്പോൾ US മാർക്കറ്റിൽ പറഞ്ഞതുപോലെ മേക്ക് മൈ ട്രിപ്പും അവിടെ 3% നേട്ടമുണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. യൂട്ടിലിറ്റീസ് 0.7% ഉയർന്നിരിക്കുന്നു. US സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസ് റേറ്റ് കട്ടിനെ കുറിച്ച് ഹോക്കിഷായി പറഞ്ഞതും US മാർക്കറ്റുകളിലെ ഇടിവുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിയാൻ കാരണമായത്. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.04% അപ്സൈഡിലാണുള്ളത്. CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും, FTSE 0.02% ഇടിവിലുമാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ജപ്പാനിൽ നിന്നും ഡിസംബറിലെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റേറ്റ് 2022 ശേശമുള്ള താഴ്ന്ന നിലയിൽ 2.6% കുറയുകയുണ്ടായി. നവംബറിൽ അത് 2.8% ബാങ്ക് ഓഫ് ജപ്പാൻ മോണിറ്ററി പോളിസി മീറ്റിംഗ് ജനുവരി 22 നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് വന്ന ഇൻഫ്ലേഷൻ നമ്പേഴ്സ് പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി 21,530 0.27% നേട്ടത്തിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു മ്യൂട്ടഡ് ടു ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. നല്ല ഇൻഫ്ലേഷൻ നമ്പറുകൾക്ക് പിന്നാലെ നിക്കി മാർക്കറ്റ് വളരെയേറെ പോസിറ്റീവിൽ തന്നെയാണ്. 1.35% നേട്ടത്തിലാണ് ഇപ്പോൾ നിക്കി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.98% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 1.73% നേട്ടത്തിലും,
സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ആഗോള എണ്ണ ആവശ്യകതയിൽ ശക്തമായ വളർച്ചയുണ്ടാകും എന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി അറിയിച്ചതോടെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഉള്ളത് $78.92 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $73.88 പെർ ബാരൽ എന്ന നിലയിൽ 0.11% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം മാത്രം ട്രേഡുകളിൽ എൻ്റർ ചെയ്യുക. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.